ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. പാറുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രക്തം, പാറു ആരോടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തക്കാളി ചട്നി എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇന്ന് പാറു കരഞ്ഞത് 3 തവണയാണ്. ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് വിക്രവും സുഭിക്ഷയും കൂടെ സാരി എടുത്ത് മാറ്റി വെച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ശ്രദ്ധയില്ല, അതായത് പാറുവിന് ഒരു ശ്രദ്ധയില്ല. അതുകൊണ്ട് തന്നെ ഇവർ സാരി മാറ്റി വെച്ചു. പിന്നെ സാരി കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടാൻ തുടങ്ങി. ആരെങ്കിലും സാരി കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് നടക്കുക എന്നൊക്കെയാണ് പാർവതി പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർവതീൻ്റെ ശ്രദ്ധക്കുറവ് മറയ്ക്കാൻ അവിടെ ഒരു കരച്ചിൽ നാടകം നടത്തിയതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ കരച്ചിൽ അറിഞ്ഞത് ഒരു കാര്യമില്ലാത്ത കരച്ചിലാണ്. എല്ലാവരോടും പരാതിപ്പെട്ടിയിൽ അവരുടെ പരാതി, അതായത് സ്റ്റുഡൻസിന്റെ പരാതി എഴുതിയിടാൻ പറഞ്ഞു. പലരും ഓരോ തമാശയ്ക്ക് വേണ്ടി ഓരോന്ന് എഴുതിയിട്ടു. അത് പാറു ആലോചിച്ച് കൂട്ടി സീരിയസ് ആക്കി മാറ്റി. പാവ അമിത് അടക്കം അതിൽ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. നിന്റെ കൂടെ കൂടിപ്പോയത് എൻ്റെ വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രാത്രി ആയപ്പോഴേക്കും മാറിയൊക്കെ ഇരിക്കുന്നുണ്ട് അമിത്. ആ ലെറ്റർ എന്ന് പറയുന്നത് അമിത്തിൻ്റെയും പാറുവിൻ്റെയും ഒരു ലവ് കോമ്പോനെ കുറിച്ചായിരുന്നു. അവർ ആ ക്യാരക്ടർ നിൽക്കുമ്പോൾ, അതായത് ഈ വീക്കിലി ടാസ്കിൽ ഒരു ക്യാരക്ടർ നിൽക്കുമ്പോഴുള്ള അവരുടെ ആ ലവ് കോമ്പോനെ കുറിച്ചായിരുന്നു ആ ലെറ്റർ. അത് വേറെ രീതിയിൽ ചിത്രീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പാറു തുടങ്ങി. ഒരാവശ്യമില്ലാത്ത ഡിസ്കഷൻ. എല്ലാവരും കൂടെ പഞ്ഞി കിട്ടു. പാറുവിനെ വീണ്ടും കരഞ്ഞു. മൂന്നാമത്തെ കരച്ചിൽ എന്ന് പറയുന്നത് പുള്ളിക്കാരി ചെയ്യേണ്ട ജോലി ചെയ്യാത്തതിൻ്റെ ബേസിസിലാണ്. കാര്യം പുള്ളിക്കാരിക്ക് ഫുഡ് ഉണ്ടാക്കാമായിരുന്നു നേരത്തെ തുടങ്ങിയിട്ട്, പക്ഷേ അത് ചെയ്തില്ല. ഈവൻ പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ വേറെ ആൾക്കാരെ വിളിക്കാം, ആ ഒരു ടാസ്കിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. പുള്ളിക്കാരി വാർഡനുമാണ്. ഇവിടെ സ്കൂളിൽ എങ്ങനെയാണോ പ്രിൻസിപ്പൽ, അതിനനുസരിച്ചാണ് നമ്മുടെ ഹോസ്റ്റലെത്തുമ്പോൾ വാർഡൻ. അപ്പം ആരെയൊക്കെ ജോലിക്ക് വിളിക്കാവോ പുള്ളിക്കാരിക്ക് വിളിക്കാം. സോ അത് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് വീണ്ടും പ്രിൻസിപ്പളോട് പോയി പരാതി പറയുക. എന്തുണ്ട് ആവശ്യം? എന്നിട്ട് എൻ്റെ കൂടെ ആരും കുക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോയി കരഞ്ഞു. അതിനുശേഷം ഇന്ന് രാത്രി പാറു വിക്രത്തെയും വിളിച്ചു വരുത്തിയിട്ട് ഇത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വിക്രത്തോട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വയംപൊക്കിയായിട്ടാണ് എനിക്ക് പാറുവിനെ കാണാൻ കഴിഞ്ഞത്. ഇനി അടുത്തത് പ്രിൻസിപ്പൾ. പുള്ളിക്കാരനായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അറിയത്തില്ല. ഒന്നല്ലെങ്കിൽ എല്ലാവരും കൂടെ ചർച്ച ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വീക്കെൻഡ് ആകുമ്പോഴേക്കും വിജയ് സേതുപതി നോക്കിക്കോളും എന്നുള്ള രീതിയിലാണ്. പിന്നെ പുള്ളിക്കാരൻ എന്തിനാണ് അവിടെ പ്രിൻസിപ്പളാക്കി വെച്ചിരിക്കുന്നത്? ഇന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളുടെ ഭാഗത്തുനിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതും പണിഷ്മെന്റ് കൊടുക്കുന്നതൊക്കെ കാണാനിടയായത്. ഇനി അടുത്തത് വിയാന. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പകുതി വെച്ചിട്ട് കരഞ്ഞങ്ങ് നിർത്തും. കഥയല്ലത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീക്കിലി ടാസ്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുളമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുള്ള മെയിൻ കാരണമായി എനിക്ക് തോന്നിയത് ഈ ഡിസിഷൻ എടുക്കേണ്ടവർ ഡിസിഷൻ എടുക്കാതെ ഒരു മട്ടിൽ വിട്ടു എന്നതാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.